എന്താ കരഞ്ഞു മതിയായോ നിനക്ക്? ഇപ്പൊ എന്റെ മുമ്പിൽ ദേഷ്യം കാണിച്ചിട്ട് ഒറ്റയ്ക്ക് റൂമിൽ പോയി കിടന്ന് കരഞ്ഞാ എല്ലാം ശരിയാവൂന്നാണോ? എന്നാലും നിനക്ക് ഇത്ര മനസ്സുറപ്പുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്താടി, നിനക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല എന്നുണ്ടോ? നിനക്ക് നിന്റെ മോളോടുള്ള അതേ സ്നേഹം തന്നെയല്ലേ എനിക്ക് നിന്നോടുള്ളത്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച നിനക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവോ അതുപോലെ തന്നെയല്ലേ നിനക്ക് എന്തെങ്കിലും വന്ന് എനിക്ക് സഹിക്കാനാവോ? നീ ഇങ്ങനൊരു പെൺകുഞ്ഞുമായിട്ട് തനിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് കാണുമ്പോ തന്നെ ഈ അമ്മയുടെ വേദന എന്താണെന്ന് അറിയോ? പക്ഷെ ഒരു കാര്യമുണ്ട് മോളെ, ഈ ലോകത്തിലുള്ള വേറൊരമ്മയ്ക്കും ഈ അമ്മയുടെ ഗതി വരുത്തല്ല മോളെ. സ്വന്തം മോള് കൺമുമ്പിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോ ആ കഷ്ടതയ്ക്ക് ഒരു അറുതി കൊടുക്കാന്ന് തീരുമാനിച്ച അത് നടക്കാതെ വരുമ്പോഴുള്ള വേദന എനിക്ക് മാത്രമേ അറിയൂ. വിജി മോളെ, നിന്നോട് ഈ അമ്മ യാചിക്കുക. നോക്ക്, നിന്റെ വാശിയൊക്കെ വിട്ടിട്ട് നിന്റെ കഴിഞ്ഞ കാലത്തിലെ സംഭവങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയണേ. നിന്റെ കാല് പിടിച്ച് പറയേ ഞാൻ. ഇത്രയൊക്കെ ചോദിച്ചിട്ടും നീ മനസ്സ് തുറന്ന് പറയില്ലല്ലേ? നോക്കിക്കോടി, ഞാൻ പെറ്റ നിനക്ക് ഇത്ര വാശിയുണ്ടെങ്കിൽ നിന്നെ പെറ്റ എനിക്ക് എത്രത്തോളം വാശിയുണ്ടാവുന്നു. സത്യം തുറന്നു പറയില്ല എന്നുള്ള വാശിയിൽ നീ എത്രത്തോളം ഇരിക്കുന്നോ അതേപോലെ തന്നെ നിന്റെ വായിന്ന് സത്യം വരുന്നത് വരെ ഞാനും കാത്തിരിക്കും. നോക്കിക്കോ, നീ സത്യം തുറന്നു പറയാതെ എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. നമുക്ക് നോക്കാം ഇനി എത്ര നാളും കൂടി ഒന്നും പറയാതെ നീ ഇങ്ങനെ മറച്ചു വെക്കുന്നുള്ളത്. പക്ഷെ ഞാനൊന്ന് പറഞ്ഞേക്കാം മോളെ, ഞാൻ ജീവനോടുള്ളിടത്തോളം കാലം നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ മരിക്കുന്നതിന് മുൻപ് നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി തന്നിട്ട് നീ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടിട്ടേ ഞാൻ കണ്ണടയ്ക്കൂ. സത്യം. എന്തു പറ്റൂന്? ഇവനെന്താകെ ടെൻഷൻ അടിച്ചു നിൽക്കുന്നത്? വിക്രം, വിക്രം, എന്തു പറ്റിയിടാ നിനക്ക്? എന്തൊരു വല്ലായിക പോലെ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അമ്മ നിന്നോടാ ചോദിക്കുന്നേ. നീ മറുപടി പറയാതിരുന്ന എന്താ അർത്ഥം? എന്താ ഉണ്ടായി എന്ന് പറ. അമ്മേ, എന്നോടൊന്നും ചോദിക്കല്ലേ. ഞാൻ കുറച്ചു തനിച്ചിരിക്കട്ടെ. നിക്ക് വിക്രം, എന്താ പ്രശ്നം എന്ന് നിനക്ക് പറഞ്ഞൂടെ? തനിച്ചു പോയാൽ നിന്റെ പ്രശ്നങ്ങൾ തീരുവോ? ദേ നോക്ക്, നിന്റെ മുഖത്തെ അപ്സെറ്റ് കണ്ടാ അറിയാം എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന്. അതെന്താണെന്ന് എനിക്കറിയില്ലല്ലോ. ഒന്ന് പറ പ്ലീസ് അമ്മേ, എന്തിനെങ്ങനെ ഓരോന്നും ചോദിക്കുന്നേ? കുറച്ചു നേരം ഞാൻ തടിച്ചൊന്ന് ഇരുന്നോട്ടെ, അതൊന്ന് മനസ്സിലാക്ക്.